നാടിനെ നടുക്കിയ കൊലപാതകമാണ് മലപ്പുറം എളങ്കൂർ ചാരങ്കാവിൽ കഴിഞ്ഞ ദിവസം നടന്നത്. ജോലിക്ക് പോവുകയായിരുന്ന പ്രവീൺ എന്ന 35-കാരനെ മൊയ്തീൻ കൊലപ്പെടുത്തി. കാട് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് കഴുത്തറുത്തായിരുന്നു അരും കൊല. കാരണം ഈ കൊലപാതകത്തിന്റെ കാരണമെന്ത് എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. ജോലി നഷ്ടപ്പെട്ടതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന പ്രതിയുടെ മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന പ്രവീണിന്റെ ക്രൂര കൊലപാതകത്തിൽ മരവിച്ചിരിക്കുകയാണ് ഒരു നാടും നാട്ടുകാരും. കാണാം ക്രൈം സീൻ. ഞായറാഴ്ച രാവിലെ 6:40-നും 45-നും ഇടയിലുള്ള സമയം. ആ സമയത്ത് ഈ സ്പോട്ടിൽ വെച്ചാണ് പ്രവീണിനെ മൊയ്തീൻ കഴുത്തറുത്തു കൊന്നത്. പ്രവീണിനെ ഈ വെയിറ്റ് ഷെഡിലാണ് സുഹൃത്ത് സുരേന്ദ്രൻ കാത്തിരുന്നത്. സുരേന്ദ്രന്റെ യന്ത്രം കൈവശപ്പെടുത്തിയായിരുന്നു മൊയ്തീൻ ഈ ക്രൂരകൃത്യം ചെയ്തത്. ായിരുന്നു പ്രവീൺ. പോരൂർ ചാത്തങ്ങോട്ടുപുറം സ്വദേശി. യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു കൊലപാതകമെന്ന് സംഭവത്തിന് ദൃക്സാക്ഷിയായ സുരേന്ദ്രൻ പറയുന്നു. പ്രതിയായ മൊയ്തീനും പ്രവീണും പരിചയക്കാരാണ്. ഒരു കൊലപാതകത്തിലേക്ക് നയിക്കത്തക്ക വിരോധമുള്ളതായി ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് സുരേന്ദ്രനോട് കാടുവെട്ടുയന്ത്രം ചോദിച്ചപ്പോൾ അയാളത് നൽകിയത്. ഈ പ്രദേശം വൃത്തിയാക്കണമെന്ന് പറഞ്ഞാണ് മൊയ്തീൻ സുരേന്ദ്രനോട് കാടുവെട്ടുന്ന യന്ത്രം ആവശ്യപ്പെട്ടത്. നേരമില്ലെന്നും 7 മണിക്ക് തന്നെ ജോലിക്ക് കയറണമെന്നും സുരേന്ദ്രൻ പറഞ്ഞെങ്കിലും മൊയ്തീൻ വഴങ്ങിയില്ല. അങ്ങനെ നിർബന്ധിച്ച് യന്ത്രം കൈവശപ്പെടുത്തി. തുടർന്ന് പതിയെ പ്രവീണിന്റെ പിന്നിലേക്ക് നീങ്ങിയ ശേഷം ഓണാക്കി കഴുത്തിൽ വെച്ചു. ഒരു 6:40, 6:45 ഒക്കെ സമയമായിട്ടുണ്ടാവും. അതിൽ ആ സമയത്ത് പ്രവീൺ കൂടെ വന്ന് വണ്ടിയിൽ വന്ന് ഇറങ്ങി. ഞാൻ നിന്നപ്പോൾ തന്നെ ഈ മെയ്തി എന്ന് പറയുന്ന ചങ്ങായി ഇവിടെ ഈ ഷെഡിലിരിക്കുകയാണ്. അപ്പോൾ നേരെ വന്നിട്ട് എൻ്റെ വണ്ടിയിൽ നിന്ന് മെഷീൻ എടുത്തിട്ട് ഓണാക്കിയിട്ട് ബാക്ക് കൂടെ ചെന്നിട്ടാണ് കവുത്തിന് വെട്ടിയത്. കൊലപാതകത്തിന് ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടില്ല. സാവധാനം നടന്നു നീങ്ങിയ മൊയ്തീനെ നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. പ്രതി ലഹരിക്കടിമയാണ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഇയാൾക്കെതിരെ പരാതിയുണ്ടായിരുന്നു. പ്രതിയെടുത്തിരുന്ന തൊഴിൽ പ്രവീൺ ഏറ്റെടുത്തത് വൈരാഗ്യത്തിനു കാരണമായെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലീസ് അത് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. അതിനാൽ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യണമെന്നാണ് പോലീസ് പറയുന്നത്. നാട്ടിലെ സജീവമായ സാന്നിധ്യമായിരുന്നു പ്രവീൺ. ക്ലബ്ബുകളിലെയും മൈതാനങ്ങളിലെയും പരിചിതമായ മുഖം. പ്രവീണിന്റെ വേർപാട് ഈ നാട് താങ്ങുന്നില്ല. നാട്ടുകാർ അതിനുള്ള ഉത്തരം തേടുന്നുണ്ട്. പ്രവീണിനെ കൊലപ്പെടുത്തിയ ശേഷം ഇനിയൊരാളെ കൂടി തീർക്കാനുണ്ട് എന്ന് മൊയ്തീൻ പറഞ്ഞത് നാട്ടുകാർ ഓർക്കുന്നു. അതിനാൽ ഗൗരവത്തോടെയാണ് പോലീസ് ഈ കേസിനെ നിരീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.